ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെസിമൽ സിസ്റ്റത്തിൻ്റെ പാർട്ട് 3 ആണ്. ഡെസിമൽ പാർട്ട് 3. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് 4.75 ഇൻറ്റു 0.7 വിച്ച് ഇസ് ഈക്വൽ ടു 3.325. ഇതിൻ്റെ ആൻസർ അവർ പറഞ്ഞു കഴിഞ്ഞു. ദെൻ ഈക്വൽ ടു 475 ഇൻറ്റു 0.7 എന്താണ്? ഇൻറ്റു ആണ്. 475 ഇൻറ്റു 0.7 എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇൻറ്റു ചെയ്യുമ്പോൾ പോയിൻറ്റുകളുടെ ശേഷം എത്ര ഡിജിറ്റ് വരുന്നോ അതിനെ നമ്മൾ ആഡ് ചെയ്തിട്ട് താഴെ ഇതിൻ്റെ ശരിക്കുള്ള പ്രോഡക്റ്റ് എന്തോ അത് എടുത്ത് എഴുതിയതിന് ശേഷം ആ ഡിജിറ്റിന് വെച്ച് കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കൂ, 4.75 ഇൻറ്റു 0.7 ശരിക്കും 475 ഇൻറ്റു 7 ഇവർ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ കിട്ടിയിട്ടുണ്ടായിരിക്കേണ്ട ആൻസർ 3325 ആണ്. എന്നിട്ട് ഇവിടെ പോയിൻ്റ് ശേഷം 2 ഡിജിറ്റ്, പോയിൻ്റ് ശേഷം 1 ഡിജിറ്റ്, ഇവിടെ 2 ഡിജിറ്റ്, ഇവിടെ 1 ഡിജിറ്റ്, 2 + 1 3 ആണ്. അതാണ് ഇവർ പോയിൻ്റ് ശേഷം 3 ഡിജിറ്റ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് പ്രോഡക്റ്റ് എന്തോ ഇത് തന്നെ വരുള്ളൂ. എന്നിട്ട് നമ്മൾ കറക്റ്റ് ആൻസർ ചെയ്യണം. അപ്പോൾ പോയിൻറ്റിൻ്റെ ശേഷം ഇതിലിപ്പോൾ 3325 നമ്മൾ പോയിൻ്റ് വെക്കണം. അപ്പോൾ എത്ര ഡിജിറ്റ് മാറ്റി നിർത്തിയിട്ടാണ് നമ്മൾ പോയിൻ്റ് വെക്കേണ്ടത്? പറയൂ, എന്തായിരിക്കണം ആൻസർ? 3 ഡിജിറ്റ്. യെസ്, 3 ഡിജിറ്റ് മാറ്റിയിട്ട് ഇവിടെ 3 ഡിജിറ്റ് മാറ്റി നിർത്തിയിട്ട് പോയിൻ്റ് വെക്കണം. കറക്റ്റ്. ഇല്ലെങ്കിൽ എങ്ങനെ പറയാം? റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് 1 ഡിജിറ്റ് മാറ്റിയിട്ട് പോയിൻ്റ് വെക്കാം, അങ്ങനെയൊന്നും പറയാം. അപ്പോൾ ഇത് ഓക്കെ അല്ലേ ക്വസ്റ്റ്യൻ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 4854 ഡിവൈഡഡ് ബൈ 3.3 അതിൻ്റെ റിസൾട്ട് അവർ തന്നു 1471. എങ്ങനെ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും പോയിൻ്റ് ശേഷം 1 ഡിജിറ്റ് ഡിവൈഡഡ് ബൈ ഇവിടെയും പോയിൻ്റ് ശേഷം 1 ഡിജിറ്റ്. അപ്പോൾ 1 - 1 0. 0 എന്ന് വെച്ചാൽ പിന്നെ പോയിൻ്റ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ ഇരിക്കെ നമുക്കിതാണ് പ്രോഡക്റ്റ് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? സോ 48.543 ഡിവൈഡഡ് ബൈ 33. നമ്മളുടെ ആൻസർ എന്തോ 1471 ആണ് വരിക. നമ്മളിനി പോയിൻ്റാണ് വെച്ച് കൊടുക്കേണ്ടത്. എങ്ങനെ പോയിൻ്റ് വെച്ച് കൊടുക്കുക? ഇവിടെ പോയിൻ്റ് ശേഷം ഒന്നുമേ ഇല്ല, താഴെ ഡബിൾ ഡിജിറ്റ് മാത്രമേ ഉള്ളൂ, പോയിൻ്റ് ശേഷം ഒന്നുമില്ല. നമ്മളുടെ ആൻസർ എങ്ങനെ ഉണ്ടാവും? എങ്ങനെ വരും? മേലെ 3 ഡിജിറ്റ് ഉണ്ട്, താഴെ ഒന്നുമേ ഇല്ല അല്ലേ? പോയിൻ്റ് ശേഷം 3 ഡിജിറ്റ് ഉണ്ട്, താഴെ ഒന്നുമേ ഇല്ല. ഒന്നുമേ ഇല്ല പറഞ്ഞാൽ 0 ഇടും. അപ്പോൾ 3 ഡിജിറ്റ്. ഓക്കെ, മനസ്സിലായാ? അപ്പം നമ്മൾ എത്ര ഡിജിറ്റ് മാറ്റി നിർത്തിയിട്ടാണ് പോയിൻ്റ് വെക്കേണ്ടത്? അല്ല, 3 ഡിജിറ്റ് തന്നെ. 1 2 3 ഡിജിറ്റ് തള്ളിയിട്ട് പോയിൻ്റ് വെക്കണം. ഇവിടെ പോയിൻ്റ് ശേഷം 3 ഡിജിറ്റ്, അപ്പോൾ 3 എന്ന് എഴുതി. ഇവിടെ പോയിൻ്റ് ഒന്നും തന്നിട്ടില്ല, അപ്പോൾ 0 എന്ന് എഴുതി. 3 - 0 3. അപ്പോൾ നമ്മളുടെ ആൻസർ 3 ഡിജിറ്റ് തള്ളി പോയിൻ്റ് വെക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഞാനിങ്ങനെ ചെയ്തത്. ഇപ്പോൾ 121 ഡിവൈഡഡ് ബൈ 11 നമുക്ക് വരുന്നത് ആൻസർ 11 ആണ്. അപ്പോൾ ഞാൻ ഇവിടെ പോയിൻ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് 2 ഡിജിറ്റ്, പോയിൻ്റ് ശേഷം 2 ഡിജിറ്റ് ഉണ്ട്, ഇവിടെ പോയിൻ്റ് വെച്ചിട്ടില്ല, അപ്പോൾ 0. ആൻസർ 2 എന്നാണ് വരിക. വിച്ച് മീൻസ് നമുക്ക് പോയിൻ്റ് ശേഷം 2 ഡിജിറ്റേ ഉണ്ടാവാൻ പാടുള്ളൂ. സോ പോയിൻ്റ് ശേഷം 11. ഓക്കെ, ഇങ്ങനെയാണ് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തത്. Next question. Ram bought a book for 178.50, 178.50. Some medicine for 248.25 and gave 5,000 note to the shopkeeper. The remaining amount is. റാം ഒരു കടയ്ക്ക് പോകണു, ബുക്ക്
ബുക്കിന് വേണ്ടിയിട്ട് അവൻ 178 രൂപ 50 പൈസ കൊടുക്കുന്നു. കുറച്ച് മെഡിസിനും കൂടി മേടിക്കുന്നു. അതിനവൻ 248 രൂപയും 25 പൈസയും കൊടുക്കുന്നു. എന്നിട്ട് അവൻ 500 രൂപ കടക്കാരന് കൊടുക്കുന്നു. അപ്പോൾ അവൻ്റെ കയ്യിലേക്ക് തിരിച്ച് കടക്കാരൻ എത്ര തന്നിട്ടുണ്ടാവും? ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുക കിഷാൻ, പറയൂ. ഇപ്പം കിഷാൻ ഒരു കടയ്ക്ക് പോകണു. കിഷാൻ ആദ്യം കുറച്ച് ചോക്ലേറ്റ് മേടിക്കുന്നു. അതിന് കിഷാൻ 178 രൂപ 50 പൈസ കൊടുക്കുന്നു. കിഷാൻ വീണ്ടും ഐസ്ക്രീം മേടിക്കുന്നു. അതിന് 248 രൂപ 25 പൈസ കൊടുക്കുന്നു. നിൻ്റെ കയ്യിൽ നിൻ്റെ അമ്മ തന്നു വിട്ടത് 500 റുപ്പീസാണ്. തിരിച്ചാ കടക്കാരൻ എത്ര രൂപ നിനക്ക് തരണം? അവന്തിക പറയൂ. ശരി, വലിയ നമ്പർ പറയുന്നില്ല. ഇപ്പോൾ കിഷാൻ വീണ്ടും കടയ്ക്ക് തന്നെ പോകണു, അല്ലെ അവന്തിക കടയ്ക്ക് പോകണു. ഒരു 5 മഞ്ച് ചോക്ലേറ്റ് മേടിക്കുന്നു. അപ്പോൾ 25 രൂപ കൊടുക്കണം. പിന്നെ ഒരു ഐസ്ക്രീം 10 രൂപേൻ്റെ മേടിക്കുന്നു. അപ്പോൾ ഈ അവന്തികയുടെ കയ്യിൽ അമ്മ 50 രൂപയാണ് കൊടുത്തു വിട്ടിട്ടുള്ളത്. അപ്പോൾ അവന്തിക എത്ര രൂപയാണ് കൊടുത്ത് എത്ര രൂപ മേടിച്ചിട്ട് വരും? 50 രൂപ കൊടുക്കുന്നു കടക്കാരന്. അപ്പോൾ എത്ര രൂപ തിരിച്ച് തന്നിട്ടുണ്ടാവും? എത്രയാണ്? 30. ഡാ, ഇവിടെ 500 അല്ല 50ആണ്. അപ്പോൾ ഈ ക്ലോസ് ടു ആൻസർ ആണ്. അപ്പം എത്ര വരും? 15. 15 രൂപ കൊടുത്തിട്ട് വരും. ശരി അല്ല, 15 രൂപ നിൻ്റെ കയ്യിലേക്ക് അയാൾ തിരിച്ചു തരും. ശരിയാണ്. ഇതെങ്ങനെ ഈ 15 കിട്ടി? ഈ 25നെയും 10നെയും ആഡ് ചെയ്തപ്പോൾ 35 രൂപ വന്നു. ആ 35 50 നിന്ന് മൈനസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ 15. അപ്പോൾ കടക്കാരൻ കിഷാൻ്റെ കയ്യിൽ 15 രൂപയും 35 രൂപ കടക്കാരൻ എടുത്തിട്ടും ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യനും 178 രൂപ 50 പൈസ ബുക്കിന് കൊടുത്തു. മെഡിസിന് 248 രൂപ 25 പൈസ കൊടുത്തു. അപ്പോൾ ഇത് രണ്ടിനെയും ആഡ് ചെയ്യണം, ഒരു ആൻസർ കിട്ടും. ആ ആൻസറിന് 500 നിന്ന് മൈനസ് ചെയ്യണം. എന്നിട്ട് പറയൂ എന്താണ് ആൻസറിന്? എന്താ പറയൂ? 73.25 പൈസയാ ആണോ? അത്രയാണോ കിട്ടുന്നത് നോക്കാം. സോ ഇവിടെ 75 പൈസ, 16, 1, 12, 1, 426 രൂപ 75 പൈസ, 426 രൂപ. ഇത് ഈ ക്വസ്റ്റ്യൻ എന്തിനാണ് ഞാൻ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ 500 എന്ന് 426.75 മൈനസ് ചെയ്യണം. ഇവിടെ വെച്ച പോയിൻ്റ് തന്നിട്ടുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 500ൻ്റെ ശേഷം പോയിൻ്റ് വെക്കണം. ഇനി ഇവിടെ 10 ആവും, ഇവിടെ 5, ഇവിടെ 9 ആയിരിക്കും, ഇവിടെ 2, ഇവിടെ 9 ആയിരിക്കും, ഇവിടെ 3, ഇവിടെ 9 ആയിരിക്കും, ഇവിടെ 7, ഇവിടെ 4 ആവും. സോ ആൻസർ 73.25. ഇത് എത്ര പേർക്ക് മനസ്സിലായി? പറയൂ. അവന്തികയ്ക്ക് മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ. ദ ഡെസിമൽ ഈക്വലൻറ്റ് ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്പർ തന്നിരിക്കുകയാണ്. 3/4 പ്ലസ് 4/5 പ്ലസ് 8/25. ഇതിൻ്റെയൊക്കെ ഡെസിമൽ നമ്പേഴ്സ് എന്തൊക്കെ വരും, അതിൻ്റെയൊക്കെ സം എന്താ വരിക എന്നുള്ളതാണ് ചോദ്യം. സോ ഇത് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിവിഷൻ അറിഞ്ഞിരിക്കണം. 3/4 എന്ന് പറഞ്ഞാൽ 3നെ 4 കൊണ്ട് ഹരിക്കുക എന്നുള്ളതാണ്. 3ന് 4 ഉണ്ടോ അവന്തിക?
കിഷാൻ 3-ൽ 4 ഉണ്ടോ? ഇല്ല. ഇല്ല. അപ്പം നമ്മൾ ഒരു ഉണ്ട്. പോയിന്റ് ഇല്ല 3-ൽ 4 ഇല്ല. 3 ഡാഷിൽ 4നെ ഫിൽ ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. 3 ഡാഷിൽ 4 ഡാഷിനെ കട്ട് ചെയ്യാൻ പറ്റുമോ നിനക്ക്? പറ്റില്ലല്ലോ കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം? 0 വെച്ചിട്ട് ഒരു പോയിന്റ് വെച്ചിട്ട് അതിൻ്റെ ശേഷം ഒരു 0 ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ 30-ൽ 4 എത്ര തവണയുണ്ട്? ടേബിൾ പറഞ്ഞു നോക്കൂ. മുപ്പതിൽ 4 എത്ര തവണയുണ്ട്? 7 പ്രാവശ്യം. 7 ടൈംസ്. 7 4s are 28. മൈനസ് ചെയ്തപ്പോൾ 2 കിട്ടി. വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ഒരു 0 ഇവിടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് 20-ൽ എത്ര 4 ഉണ്ട് നോക്കണം. 5 തവണ ഉണ്ട്. കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ആൻസർ വന്നത് 0.75. ഇനി 4/5 എത്ര വരും? 4നെ 5 കൊണ്ട് ഹരിക്കണം. 4-ൽ 5 ഉണ്ടോ അവന്തിക? സേ സാറിനോ അവന്തിക? ഒന്നും മിണ്ടാതെ ഇരിക്കല്ലേ? ഇല്ല. സോ 0 പോയിന്റ് വെച്ചു. ഇനി 4ൻ്റെ അവിടെ ഒരു 0 ഇട്ട് കൊടുത്തു. ഇപ്പം 40-ൽ 5 ഉണ്ടാ? ഉണ്ട്. എത്ര തവണയുണ്ട്? 8 5s are 40. കഴിഞ്ഞു. സോ ഇതിൻ്റെ ആൻസർ കിട്ടിയത് 0.8 പ്ലസ് 8നെ 25 കൊണ്ട് ഹരിക്കണം. സോ 8-ൽ 25 ഉണ്ടോ കിഷാൻ? എട്ടിൽ 25 ഉണ്ടോ? എങ്ങനെയാ കിഷാൻ 8-ൽ 25 ഉണ്ട് പറയുന്നത്? ഉണ്ടോ കിഷാൻ? 8-ൽ 25 ഉണ്ടോ? ഉണ്ടോ? ഇല്ല. 8-ൽ 25 8 എന്ന് പറയുന്നത് 25-നേക്കാളും ചെറിയ നമ്പർ അല്ലേ? പിന്നെ എങ്ങനെയാ 8-ൽ 25 കാണും? കാണില്ല കേട്ടോ. എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക. ഇനി ഞാൻ ചോദിക്കുമ്പോൾ ഇവിടെ തന്നിരിക്കുക. ഇപ്പം 4 ഞാൻ ചോദിച്ചു. 3-ൽ 4 ഉണ്ടോ ചോദിച്ചു. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് 4 വലുതാണോ 3-നേക്കാളും ചെറുതാണോ എന്നുള്ളത് നോക്കുക. 4 ഈ ഇവിടെ തന്നിരിക്കുന്ന നമ്പറിനേക്കാളും ചെറുതാണ് എങ്കിൽ, സ്മോൾ ആണ് എങ്കിൽ ഇല്ലയെന്ന് വേണം ആൻസർ ചെയ്യാൻ. അതെ 4 ഇവിടെ ഉണ്ട്, 20 ഇവിടെ ഉണ്ട്. 4-നേക്കാളും 20 വലുതാണ്. അപ്പോൾ ഉണ്ട് എന്ന് ആൻസർ ചെയ്തോളൂ. ഓക്കെ. 4-നേക്കാളും ചെറിയ നമ്പറാണ് ഉള്ളിൽ തന്നിട്ടുള്ളൂ ഡിവിഡൻ്റ് ആയിട്ടുണ്ട് എങ്കിൽ, ഇല്ലെങ്കിൽ തന്നിരിക്കുന്ന ഡിവൈസർ, ഇതല്ലേ ഡിവൈസർ? ഇതിൻ്റെ പേരെന്താ? ഇന്നലെ പറഞ്ഞു തന്നു, ഓർമ്മയുണ്ടോ നോക്കട്ടെ. ഡിവൈസർ. ഇതെന്താ? ഡിവിഡൻഡ്. ഇതെന്താ? കോഷ്യന്റ്. ഇതെന്താ? റിമൈൻഡർ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന നമ്പർ കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, 8 ഇവിടെ ഇട്ടുണ്ട്, 25 ഇവിടെ ഇട്ടുണ്ട്. 8 എന്ന് പറയുന്നത് 25-നേക്കാളും ചെറുതാണ്. അത് കാരണം 25 8-ൽ കാണില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പോയിന്റ് വെച്ചു, 0 വെച്ചു, പോയിന്റ് വെച്ചു, എന്നിട്ട് ഒരു 0 ഇവിടെ ചേർത്തണം. ഇപ്പോൾ 80-ൽ 25 ഉണ്ടോ ചോദിച്ചാൽ 80 25-നേക്കാളും വലുതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ എത്ര തവണ ഉണ്ടാവും? അപ്പോൾ 25-ൻ്റെ ടേബിൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കുക. 25 × 1 25, 25 × 2 എത്ര വരും? 25-ൻ്റെ കൂടെ 25-നെ കൂട്ടിയാൽ 50 വരും. ഇനി 25-ൻ്റെ × 3, ഈ 50-ൻ്റെ കൂടെ 25-നെ കൂട്ടിയാൽ എത്ര വരും? 75. അപ്പോൾ 3 തവണ 75 വരും. 3 തവണ 25 75. ഇത് 4 തവണയാണെങ്കിൽ 100 വരിക. 4 തവണയാണെങ്കിൽ എത്ര വരും? 100 വരിക. സോ നമുക്ക് 75 മൈനസ് ചെയ്യുമ്പോൾ 80-ൽ ആകെ കൂടി 3 തവണ തന്നെ 75 ഉള്ളൂ, അല്ല 25 ഉള്ളൂ. അപ്പോൾ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ 5 വരും. വീണ്ടും 0 ചേർത്തണം.
50 എത്ര തവണയാണ് 25 ഉള്ളത്? അവന്തിക, 50 25 എത്ര തവണയുണ്ട്? ഒരു തവണ. ഒരു തവണയാണോ 2 തവണയാണോ? ദാ ടേബിൾ ഞാൻ ഇവിടെ എഴുതിയിട്ടില്ലേ, പറയൂ. 50 25 എത്ര തവണയുണ്ട്? 2. കഴിഞ്ഞു. അപ്പോൾ ഇവിടെ കിട്ടുന്ന ആൻസർ നമുക്ക് 0.32 ആണ്. ഇനി 3 നമ്പറിനെയും ആഡ് ചെയ്തിട്ട് ആൻസർ പറയൂ. നൂറ്റി 15. ആണോ? എത്ര വന്നു ആൻസർ? 115. പോയിന്റ് വെച്ചിട്ട് പറയേ. ഇങ്ങനെയല്ലേ ആഡ് ചെയ്തത്? അപ്പോൾ ഇവിടെ 2 ഡിജിറ്റ് ഉണ്ട് പോയിന്റ് ശേഷം. ഇവിടെ ഇല്ലാത്ത കാരണം ഇവിടെ ഒരു 0 ചേർത്ത് കൊടുക്കുന്നു. സോ 5 + 2 7, 10 + 8 18. അപ്പോൾ ഇവിടെ 8 വെച്ചു, ഇവിടെ 1 വെച്ചു. സോ 1.87 ആണ് ആൻസർ. ഇതാണ് ആൻസർ. ഓക്കെ, നീ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തിട്ടിരിക്കൂ. ഇതിൻ്റെ വാല്യൂ എത്ര വരുന്നു നോക്കിയിട്ട് പറയൂ കേട്ടോ. എത്ര ആൻസർ വന്ന്? എത്ര കിഷൻ ആൻസർ വന്ന്? കിട്ടിയില്ല. ഇതിൻ്റെ ആൻസർ ഇവിടെ നോക്ക് 365. ഇവിടെ 5 ഉണ്ട്. അതേപോലെ 365 5 ഉണ്ട്. അപ്പോൾ ഇതിനെ മൾട്ടിപ്പിൾ ചെയ്താൽ എനിക്ക് കിട്ടുന്ന ആൻസർ 1825 തന്നെയായിരിക്കും. ഇതേ ഡിജിറ്റുകൾ തന്നെ ഇവിടെ വരുള്ളൂ. പക്ഷെ പോയിന്റിൽ നമുക്ക് വ്യത്യാസം വരും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോയിൻറ്റ്സ് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? പോയിൻ്റ് ശേഷം 2 ഡിജിറ്റ്, പോയിൻ്റ് ശേഷം 1 ഡിജിറ്റ്. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഇത് രണ്ടും ആഡാണ് ചെയ്യേണ്ടത്. മീൻസ് ഡിജിറ്റുകൾ ഇവിടെ 2 ഡിജിറ്റാണ്, പ്ലസ് ഇവിടെ 1 ഡിജിറ്റാണ്. അപ്പോൾ 3 ഡിജിറ്റ് മാറ്റി നിർത്തിയിട്ട് നമുക്ക് പോയിന്റ് വെക്കേണ്ടി വരും. വലത്തെ സൈഡിൽ നിന്ന് നോക്കൂ, 1 2 3 ഡിജിറ്റ് മാറ്റി നിർത്തിയിട്ടല്ലേ ഇവിടെ പോയിന്റ് വെച്ചിരിക്കുന്നത്. അതുപോലെ നമുക്കിതാണ് ആൻസർ വരിക എന്നറിയാം. 1825 ആണ് ആൻസർ വരിക എന്നറിയാം. നമ്മുടെ പോയിൻ്റ് ശേഷം എത്ര പോയിന്റ് മാറ്റി നിർത്തിയിട്ടാണ് നമ്മൾ പോയിന്റ് വെക്കേണ്ടതാണ് നോക്കേണ്ടത്.
ഇവിടെ പോയിൻ്റ് ശേഷം ഡിജിറ്റുകളില്ല, മീൻസ് പോയിൻ്റേ വെച്ചിട്ടില്ല. അപ്പോൾ 0 ഇൻറ്റു 0 പ്ലസ് ഇവിടെ പോയിൻ്റ് ശേഷം ഒരു ഡിജിറ്റ്. അപ്പോൾ നമുക്ക് 1 വരുന്നത്. അതിൻ്റെ അർത്ഥം ഒരു ഡിജിറ്റ് മാറ്റി നിർത്തിയിട്ടാണ് പോയിൻ്റ് വെക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ ആൻസർ ഇങ്ങനെയാണ് 182.5. 182.5. ഇപ്പോൾ രണ്ടുപേർക്ക് മനസ്സിലായോ ഇത്? അടുത്ത ക്വസ്റ്റ്യൻ ഇതെന്താണെന്ന് വെച്ചാൽ 0.1 ഡിവൈഡഡ് ബൈ 0.01 പ്ലസ് 0.01 ഡിവൈഡഡ് ബൈ 0.1 വിച്ച് ഇസ് ഈക്വൽ ടു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്യണമെങ്കിൽ, ഫ്രാക്ഷനിൽ ആഡ് ചെയ്യണമെങ്കിൽ ഈ താഴത്തെ ഭാഗം ഡിനോമിനേറ്റർ ഉണ്ടല്ലേ, ഡിനോമിനേറ്റർ സെയിം ആയിട്ട് ഉണ്ടാവണം. വാല്യൂ ഉണ്ടെങ്കിലാണ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യാറ്, ഡിനോമിനേറ്ററിനെ സെയിം ആക്കാനായിട്ട് നോക്കണം അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത് രണ്ടും നമ്മൾ LCM എടുക്കുക, ഇല്ലെങ്കിൽ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക കേട്ടോ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യുക, ഓർമ്മയുണ്ടോ? അപ്പോൾ 0.1 ഇൻറ്റു ഇതിനെ മൾട്ടിപ്പിൾ ചെയ്യണം. അപ്പോൾ ഇൻറ്റു 0.1 പ്ലസ് ഇത് ഇൻറ്റു ഇത് ചെയ്യണം. സോ 0.01 ഇൻറ്റു 0.01. താഴെ ഇത് രണ്ടിനെയും മൾട്ടിപ്പിൾ ചെയ്യണം. 0.01 ഇൻറ്റു 0.1. ഇപ്പോൾ ഇവിടെ 0.1 ഇൻറ്റു 1 കിട്ടി. ഇനി ഇവിടെ പോയിൻ്റ് ശേഷം ഒരു ഡിജിറ്റ്, ഇവിടെയും പോയിൻ്റ് ശേഷം ഒരു ഡിജിറ്റ്. അപ്പോൾ 2 ഡിജിറ്റ് മാറ്റി നിർത്തിയിട്ട് നമ്മൾ പോയിൻ്റ് വെക്കണം. ഇവിടെ ഒരു ഡിജിറ്റേ ഉള്ളൂ. അപ്പോൾ ഒന്നിനെ മാനേജ് ചെയ്യാൻ ഒരു 0 കൂടി വെച്ചു, പിന്നെ ഇവിടെ ഒരു പോയിൻ്റ് വെച്ചു, ഇവിടെ 0. ഓക്കെ, അടുത്തത് പ്ലസ് ഇവിടെ എന്ത് ചെയ്യും, ഇവിടെയും 1 ഇൻറ്റു 1 തന്നെയാണ്. പക്ഷേ ഇവിടെ 2 പോയിൻ്റ് ശേഷം 2 ഡിജിറ്റ് ഉണ്ട്, ഇവിടെ 2 ഡിജിറ്റ്. അപ്പോൾ ആഡ് ചെയ്യൂ, 4 ഡിജിറ്റ് വരണം. അപ്പോൾ 0.0 4 ഡിജിറ്റ് ആയില്ലേ. ഇനി താഴെ 1 ഇൻറ്റു 1 എത്ര, 1. ഇവിടെ 2 ഡിജിറ്റ് ഉണ്ട്, ഇവിടെ 1 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ 3 ഡിജിറ്റ് മാറ്റി നിർത്തിയിട്ട് വേണം പോയിൻ്റ് വയ്ക്കാൻ. ഇനി നമ്മൾ ആഡ് ചെയ്യാം മേലത്തെ ഭാഗം. സോ 0.01 പിന്നെ താഴെ 0.0001 ആഡ് ചെയ്യുക. എത്രയാണ് വന്ന് 0.0101. ഓക്കെ, താഴെയോ 0.001. നമ്മൾ ഡിവൈഡ് അല്ലേ ചെയ്യുന്നത്. അപ്പോൾ പോയിൻ്റ് ശേഷം എത്ര ഡിജിറ്റ് ഉണ്ട്, 4 ഡിജിറ്റ്. ഇവിടെ പോയിൻ്റ് ശേഷം 3 ഡിജിറ്റ്. അപ്പോൾ മൈനസ് ചെയ്യുക, 4 മൈനസ് 3 1. അപ്പോൾ നമ്മളുടെ ആൻസർ 0.1 ആയിരിക്കും. ഇതിനെ നമുക്ക് ആൻസർ ഓപ്ഷനിൽ എങ്ങനെ തന്നിട്ടുള്ളത്, അല്ല സോറി, 0.1 അല്ല. നമ്മൾ ഇതാക്കുമ്പോൾ നമുക്ക് വരേണ്ടത് 101. അതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പോയിൻ്റ് ശേഷം മാത്രം ഇങ്ങനെ വരിക. 10.1 എന്നാണ് ആൻസർ വരിക. ഇതെങ്ങനെ പറയാം, 101 ഡിവൈഡഡ് ബൈ 10 എന്ന് പറയാം. സോ ആൻസർ ഓപ്ഷൻ 1. ഓക്കെ, ഇതോടുകൂടി ഞാൻ നിർത്തുകയാണ്. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ വീഡിയോ ഒന്നും കൂടി കാണുക, എന്നിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ശരി, അപ്പോൾ ബൈ.